ഒന്ന് നാട്ടുകാരുടെ ചോദ്യം കേൾക്കണ്ടല്ലോ, എന്താ ചെയ്യണത് എന്നുള്ളൊരു ചോദ്യം ഒന്നും കേൾക്കണ്ട, എന്തെങ്കിലും പാർട്ട് ടൈം വർക്ക് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പല കുട്ടികളും പുറത്ത് പോകുന്നത്. പക്ഷേ അവിടെ പോകുന്നത് ഒരു 3rd tier 4th tier യൂണിവേഴ്സിറ്റീസിലോട്ടാണ് ഭൂരിഭാഗം ആളുകളും പോകുന്നത്, അത്തരം യൂണിവേഴ്സിറ്റീസിലോട്ടാണ്. അല്ലാതെ നമ്മളെ +2 മാർക്ക് വെച്ചിട്ട് ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റിയിൽ ആരെങ്കിലും അഡ്മിഷൻ തരുമോ? നമ്മളെ കേരളത്തിലെ +2 മാർക്കും +2 സർട്ടിഫിക്കറ്റും SSLCയുടെ A+ വെച്ചിട്ട് ആരെങ്കിലും അഡ്മിഷൻ തരുമോ? ഇല്ല എന്നാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കേണ്ടത്. ഏത് ജോബിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അബ്രോഡ് വർക്ക് ചെയ്യുന്നത്, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ജെറിയാട്രിക്സിലല്ലേ? ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രായമായ ആൾക്കാരെ നോക്കുന്നതാണ്. അതൊരു മോശം ജോലിയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ജോലിക്കാണോ നമ്മുടെ ആൾക്കാർ പോകേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? അതാണോ, ആ ജോലിക്ക് വേണ്ടിയിട്ടാണോ നമ്മളെ അബ്രോഡ് പോവേണ്ടത്? എനിക്ക് തോന്നിയില്ല. അതുപോലെ KFCയിലെ ഇതാണ് ഒത്തിരി ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തു പോയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നത് സ്റ്റഡി അബ്രോഡ് എന്താ പറയുക, ഒരു തരം എസ്കേപ്പാണ്. നേരത്തെ അജ്മൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, അതായത് നല്ലൊരു എംപ്ലോയി പോവാതിരിക്കാൻ ഞങ്ങളൊക്കെ അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, എന്തും ചെയ്യും, നമ്മളെല്ലാവരും എന്തും ചെയ്യും.